ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. ഈ PV അൻവറിൻ്റെ പൂർവ്വചരിത്രമൊക്കെ മുഖ്യമന്ത്രി ചികഞ്ഞെടുത്ത് വെളിയിലിട്ട് തുടങ്ങി. PV അൻവർ സൂക്ഷിച്ചാൽ കൊള്ളാം. അദ്ദേഹത്തിൻ്റെ പല നടപടികളും ഇപ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കിയേക്കാം. കാരണം അതിനുള്ള ഒരു തുടക്കം വന്നു കഴിഞ്ഞു. ഈ പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നും വന്ന ഒരാളാണ് PV അൻവർ എന്നും ആ സംസ്കാര രീതി അല്ല LDFിൻ്റേതെന്നും ആണ് കഴിഞ്ഞ LDF യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞ വരികൾക്കിടയിൽ നിന്നും വായിക്കാൻ കഴിയുന്ന ഒന്ന്, PV അൻവർ അങ്ങനെയൊന്നും വലിയ ആളാകേണ്ട കാര്യവും ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ച കാര്യങ്ങൾ അദ്ദേഹം ഇതുപോലെ വിളിച്ചു പറയും. പക്ഷേ അതൊന്നും LDF ആ തലത്തിൽ തന്നെ ഉൾക്കൊണ്ടു എന്ന് വരില്ല എന്നതാണ് തീർച്ചയായും ഇത് ബന്ധപ്പെടുത്തി പറയുന്നത്. RSS നേതാവ് ദത്താത്രേയ ഹൊസബളയെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവരമാണ്. അത് ADGP കണ്ടു. ADGP AR അജിത് കുമാർ ഈ RSS നേതാവിനെ കാണാൻ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ വ്യക്തി ആരാണെന്ന് ഇതിനകം വ്യക്തമായും പുറത്തു വന്നാൽ ഇതിനകത്ത് നടന്ന ചില നാടകങ്ങളുടെ കട്ടൻ എന്തായാലും ഉയർന്നു തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ മൂന്നാമനെ കൂടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് വൈകാതെ വരും എന്ന് തന്നെയാണ് VD സതീശൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഈ എപ്പിസോഡിൽ പറയുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ സകല കാര്യങ്ങളും, അൻവറിൻ്റെ ബിസിനസ് ആയാലും രാഷ്ട്രീയമായാലും ഒക്കെ ഒന്നൊന്നായി പുറത്ത് വരുന്ന തരത്തിൽ ഉള്ള അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പങ്കുവെക്കാനാണ്. ഇപ്പോൾ തന്നെ ഈ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ച മറ്റൊരു കാര്യം, ഈ റിപ്പോർട്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ട്, അതായത് RSS നേതാവിനെ ADGP അജിത് കുമാർ കോവളത്ത് വെച്ച് കണ്ടു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി മുക്കി. അത് കൊടുത്തില്ല. മുഖ്യമന്ത്രിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് സമയാസമയങ്ങളിൽ കിട്ടേണ്ടതാണ്. അത് പോലീസ് കൊടുക്കും. പോലീസ് അത് റൂട്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി വഴിയാണ്. അങ്ങനെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൊടുക്കേണ്ടതായ ആ റിപ്പോർട്ട് കൊടുത്തില്ല. രണ്ടാമത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ മാത്രമാണ് അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്. മുമ്പൊരു റിപ്പോർട്ട് വന്നിരുന്നു എന്ന് മുഖ്യമന്ത്രി അറിയുന്നത് രണ്ടാമത്തെ റിപ്പോർട്ടിലാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സെക്കൻഡ് റിപ്പോർട്ട് വന്നപ്പോഴാണ് മുഖ്യമന്ത്രി അറിയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ വിവരം തന്നെ അറിഞ്ഞതെന്ന് PV അൻവർ കഴിഞ്ഞ ദിവസം പത്രക്കാരോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ബോധ്യപ്പെട്ട് വരുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി ചില ആളുകളെ കണ്ണുമടച്ച് വിശ്വസിക്കും. അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന രണ്ടുപേരിൽ ഒരാളാണ് P ശശി. P ശശിയുടെ ചെയ്യുന്ന ചില പ്രവൃത്തികളൊന്നും മുഖ്യമന്ത്രിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അത് ബോധ്യപ്പെടുന്നത് വരെ മുഖ്യമന്ത്രി ആ ആളിനെ ഫേവർ ചെയ്യും. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രിക്ക് ഇത് ബോധ്യപ്പെടും എന്നാണ് അൻവർ പറഞ്ഞു നിർത്തിയത്. ഇപ്പോഴും അൻവറിൻ്റെ സ്റ്റാൻഡിൽ യാതൊരു മാറ്റവുമില്ല. അചഞ്ചലമായ ഒരു സ്റ്റാൻഡുമായിട്ട് തന്നെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. ADGP അജിത് കുമാറിനെ മാറ്റണം, ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇതിന് ഇടയ്ക്ക് ഇടതുമുന്നണിയുടെ പുതിയ കൺവീനർ രാമകൃഷ്ണൻ ചില വഴികൾ കൂടെ പൊട്ടിച്ചു. അദ്ദേഹം പറഞ്ഞത് PV അൻവർ ഇടതുമുന്നണിയുടെ ഒരു ഭാഗമാണ്. അദ്ദേഹം എല്ലാ ദിവസവും ഇങ്ങനെ സർക്കാരിനെയും മറ്റും വിമർശിച്ചുകൊണ്ടുള്ള ഈ ആക്ഷേപം ഉന്നയിക്കരുത്. അദ്ദേഹം നയരൂപീകരണത്തിൻ്റെ ഭാഗമാണെന്നൊന്നും കരുതി കളയരുത്. അതിനിവിടെ വേറെ ആളുണ്ട്. അതുകൊണ്ട് അൻവർ കുറച്ചുകൂടി മിതത്വം പാലിക്കുന്നത് നല്ലതാണെന്നാണ് ശ്രീ രാമകൃഷ്ണൻ LDFിൻ്റെ പുതിയ കൺവീനർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അൻവർ ആക്ഷേപം ഉന്നയിക്കുന്നത് എല്ലാ ദിവസവും വേണ്ട, ഇടവിട്ട് ഉന്നയിച്ചോളൂ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അൻവർ പറയാനുള്ളത് ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞു വെക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു. നമുക്കങ്ങനെ വായിച്ചാലും തെറ്റില്ല. പക്ഷേ തുടർച്ചയായി ആക്ഷേപം ഉന്നയിക്കരുത് എന്ന് പറഞ്ഞാൽ ആക്ഷേപമേ പാടില്ല എന്ന് നമുക്ക് വായിച്ചെടുക്കാം. മറ്റൊന്ന്,
അങ്ങനെ തുടർച്ചയായി പറയേണ്ട, ഇടവിട്ട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അൻവർ LDF സംബന്ധിച്ചിടത്തോളം, CPM സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര MLA ആണ്. മറ്റൊരു പാർട്ടിയിൽ നിന്ന്, ഇപ്പോൾ UDF നിന്ന് ഇങ്ങോട്ട് വന്നയാളാണ് LDF. അദ്ദേഹം കയറി കൂടുതൽ അങ്ങനെ ഒന്നും ആളാകേണ്ടതില്ല എന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്ന് തീർച്ചയാണ്. അപ്പം CM സ്റ്റാൻഡും അതുപോലെ ഇടതുമുന്നണി കൺവീനറുടെ സ്റ്റാൻഡുമൊക്കെ ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്നത് അൻവറിനോടുള്ള വിരോധം പരോക്ഷമായി തന്നെ പ്രകടിപ്പിച്ച് കൊണ്ടുള്ളതാണ്. അപ്പോൾ അൻവറിനെ ഇനിയും വരാൻ പോകുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ ആവും എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. കാരണം അൻവർ വിചാരിച്ചു അൻവറിൻ്റെ ആക്ഷേപം വന്നു കഴിഞ്ഞാൽ ADGP അജിത് കുമാറിനെ മാറ്റും എന്നുള്ളതാണ്. പക്ഷേ മാറ്റില്ല, ശശിയെയും മാറ്റില്ല, അജിത് കുമാറിനെയും മാറ്റില്ല എന്ന് തീർച്ചയാണ്. ഇതെല്ലാം ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് പോലെ കെട്ടടങ്ങും എന്നുള്ളത് തന്നെയാണ് CM മനസ്സിലാക്കി വെച്ചതും അതുപോലെ CM കൂടെ നിൽക്കുന്ന ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം എല്ലാ വാർത്തകൾക്കും ഒരു ഘട്ടമുണ്ട്. അത് കഴിയുമ്പോൾ ആ വാർത്തകളൊക്കെ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിപ്പോകും. പിന്നെയും അടുത്ത വാർത്ത വരും, അതിൻ്റെ പിന്നാലെ മീഡിയാസ് പോകും എന്നുള്ളതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പുതിയ അറിവൊന്നുമല്ല. അനുഭവത്തിൽ നിന്നൊക്കെ അവരൊക്കെ ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും അൻവർ കേരളത്തിലെ ഒരു നമ്പർ 1 ഫിഗറായി, അതുപോലെ അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കണ്ണിലെ കരടുമായിട്ടുണ്ട് എന്ന് അൻവർ തന്നെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പക്ഷേ ജനം അൻവറിന് കൈയടിക്കുന്നു. ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കുന്ന ആളുകളും അൻവറിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അൻവറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതെല്ലാം തന്നെ പതിരില്ലാത്ത സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യവുമാണ്. അൻവറിൻ്റെ കൂടെയാണ് മീഡിയാസ്, അൻവറിൻ്റെ കൂടെയാണ് പബ്ലിക്ക്. അൻവർ പറഞ്ഞത് ശരി തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷവും എന്നുള്ളതും മനസ്സിലാക്കുക. ഭരണ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളും അൻവറിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CPM ഏറ്റവും തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ പോലും അൻവർ പറയേണ്ടത് തന്നെയാണ് പറഞ്ഞതെന്നും ഇത് തന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ളതെന്നും അവരും പറഞ്ഞു വെക്കുന്നു. ചുരുക്കത്തിൽ അൻവർ ഇപ്പോൾ കേരളത്തിലെ നമ്പർ 2 ആയ പൊളിറ്റിക്കൽ ലീഡറായി മാറിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പേരും നിരന്തരമായി പത്രങ്ങൾ ആഘോഷമായി തന്നെ അടിച്ചു വെക്കുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രാധാന്യം ഇപ്പോൾ അൻവറിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് തന്നെ തുടർന്നും ലഭിക്കും എന്ന് ഏകദേശം ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയും വരുന്നു. ചില പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.